ഹായ് ചക്കരകളെ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ ചായ കുടിയെല്ലാം കഴിഞ്ഞു. അതിനുശേഷം പിന്നെ ഞാൻ വന്നിട്ട് പിന്നെ നോക്കുമ്പോൾ നമ്മുടെ കുപ്പിയിൽ വെള്ളം കുറച്ച് ദിവസമായിട്ടോ നമ്മളൊന്ന് മാറ്റി കൊടുത്തിട്ട്, അപ്പോൾ ഞാൻ അതിൽ വെള്ളമൊക്കെ ഒന്ന് മാറ്റി കൊടുത്തിട്ട് പുതിയ വെള്ളം ഒന്ന് നിറച്ച് വെക്കുന്നുണ്ട് കേട്ടോ. എന്താണെന്നറിയില്ല, നമ്മൾ പാത്രത്തിൽ വെച്ചിട്ടുള്ള നമ്മുടെ ചെടി വലുതായിട്ടൊന്നുമില്ല കേട്ടോ. അങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ട്. ഇല ഒന്ന് രണ്ടെണ്ണം വന്നു എന്നല്ലാണ്ട് വലുതായിട്ടൊന്നുമില്ല കേട്ടോ. പിന്നെ വാടിപ്പോവുക, കേടുവന്ന് പോവുക അങ്ങനെയൊന്നുമില്ല. പക്ഷേ ഒരു വളർച്ചയില്ലാണ്ട് അങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ നമ്മൾ കുപ്പി വെച്ചത് അതിലും നല്ല ഫ്രഷായിട്ട്, വെള്ളത്തിൽ വെച്ചത് അതിലും നല്ല ഫ്രഷായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ മണ്ണിൽ വെച്ചതിനേക്കാളും നല്ല ഫ്രഷാണ് നമ്മുടെ കുപ്പി വെച്ചിട്ടുള്ളത് കേട്ടോ. പിന്നെ ഞാൻ അതിൽ വെള്ളമെല്ലാം മാറ്റി വെച്ചതിന് ശേഷം ബാക്കിയുള്ള ചെടികൾക്കൊക്കെ തിരിച്ച് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ കുറച്ച് കൊത്തവരക്കയുണ്ട് കേട്ടോ. അതൊന്ന് എടുത്തിട്ട് ഒന്ന് കഴുകി എടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് കൊത്തവരക്ക അതാണ് കേട്ടോ നമ്മളൊന്ന് വെക്കാൻ പോകുന്നത്. അപ്പോൾ അത് ഞാൻ നന്നായി തന്നെ ഒന്ന് കഴുകി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലത്തെ പാത്രമാകുമ്പോൾ ഇപ്പോൾ കഴുകാൻ നല്ല സൗകര്യമുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വേഗം തന്നെ അതൊക്കെ ഒന്ന് കഴുകി എടുത്തിട്ട് അതിന് ശേഷം ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അപ്പോഴേക്കും തന്നെ നമ്മുടെ പാലൊക്കെ നന്നായി തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനതൊന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം നമ്മുടെ കൊത്തവരക്ക ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ചെറിയ പീസായിട്ടാണ് കേട്ടോ കട്ട് ചെയ്യുന്നത്. ഒരുപാട് വലിയ പീസ് വേണ്ട. നമ്മൾ ഉപ്പേരിക്ക് അരിയുന്ന അതുപോലെ നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ തലയും വാലെല്ലാം കളഞ്ഞതിന് ശേഷം വേഗം തന്നെ നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കൊത്തവരക്ക മാത്രമല്ല കേട്ടോ തനിച്ചല്ല വെക്കുന്നത്, അതിൻ്റെ കൂടെ നമ്മൾ പിന്നെ ഉരുളക്കിഴങ്ങ് കൂടെ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ ആദ്യം കൊത്തവരക്ക ഒന്ന് കഴുകി കട്ട് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ 2 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. അത് നല്ല തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം അതും ചെറിയ പീസായി തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മുടെ കൊത്തവരയ്ക്കും ഉരുളക്കിഴങ്ങും നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞു. അതിന് ശേഷം പിന്നെ ഇതൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ കുക്കറിലാണ് കേട്ടോ വേവിച്ചെടുക്കുന്നത്. കുക്കറിലേക്ക് പിന്നെ നമ്മുടെ എന്താ പറയുക, കൊത്തവരയ്ക്ക് ഉരുളക്കിഴങ്ങ് കൂടി ചേർത്ത് കൊടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് പിന്നെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്ത് പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടി കുറച്ച് ചേർത്ത് കൊടുത്ത് അടച്ച് വെച്ചിട്ട് 1-2 വിസിൽ അടുപ്പിച്ചെടുക്കുക കേട്ടോ. ഞാനൊരു 2 വിസിൽ അടുപ്പിച്ചെടുത്തു. പക്ഷേ നമ്മുടെ ഇളമ്പ് കൊത്തവരയ്ക്കായ കാരണം ഇത്തിരി അങ്ങോട്ട് വെന്ത് പോയി കേട്ടോ. പക്ഷെ നന്നായി ഇത്തിരി വെന്ത് പോയാലും കുഴപ്പമില്ല, കുഴഞ്ഞിരിക്കുന്ന പരുവത്തിൽ കഴിക്കാൻ നല്ല ആ ഒരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ നമ്മുടെ കൂട്ടാൻ. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ കുഴയണ്ടെന്നുണ്ടെങ്കിൽ 1 വിസിൽ അടിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ അടച്ച് വെച്ചിട്ട് 2 വിസിൽ അടിക്കാൻ വെച്ചിട്ടുണ്ട്. ഈ നേരം കൊണ്ട് തന്നെ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ എന്താ പറയുക ചീനിച്ചട്ടിയിൽ. അപ്പോഴേക്കും എന്താ പറയുക നമ്മുടെ കുക്കർ വിസിലൊക്കെ അടിച്ചിട്ട് ഞാൻ മാറ്റി വെച്ചു കേട്ടോ. അതിന് ശേഷം പിന്നെ നമ്മൾ വേഗം തന്നെ ഒന്ന് കടുക് വറുത്തിടാൻ പോകുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ചീനിച്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. ചൂടായതിന് ശേഷം നമ്മൾ കടുക് ചേർത്ത് കൊടുത്തു. പിന്നെ ആദ്യം കുറച്ച് ക്രഷ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ കപ്പലുമുളക്, ഒരു 3-4 ക്രഷ് ചെയ്തു. പിന്നെ അതിലേക്ക് ഒരു 3-4 ചെറിയ ഉള്ളിയും കൂടെ ചേർത്ത് ഒന്ന് ക്രഷ് ചെയ്തെടുത്താണ് കേട്ടോ നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതവിടെ മൊരിഞ്ഞ് വരുന്ന നേരം കൊണ്ട് നമ്മളൊരു മിക്സിയുടെ ജാറിലേക്ക് ഒരു 1/2 സ്പൂൺ ജീരകം, 1/4 സ്പൂൺ ജീരകം, ഒരു 1/2 സ്പൂൺ കുരുമുളക് ചേർത്തിട്ട് ഒന്ന് പൊടിച്ചിട്ട് വരാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ സമയം കൊണ്ട് തന്നെ നമ്മുടെ ഉള്ളിയുടെയും മുളകിൻ്റെയൊക്കെ പച്ചമണം മാറി വന്നിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ കൊത്തവരക്ക ചേർത്ത് കൊടുത്ത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ കൊത്തവരക്ക ഇതുപോലെ കഴിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ എന്തിൻ്റെ കൂടെയും ഉരുളക്കിഴങ്ങ് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാനത് വേറൊരു അടുപ്പിലേക്ക് മാറ്റി വെച്ചു. അതിന് ശേഷം നമ്മൾ ഈ അടുപ്പിലേക്ക് ചീനിച്ചട്ടി വെച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ചൂടാവാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ചൂടായി വരുന്ന നേരം നമ്മൾ കുരുമുളകും ജീരകവും പൊടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളൊരു ഇഡ്ഡലി പാത്രത്തിൻ്റെ തട്ട് വെച്ച് കൊടുത്തിട്ട് പഴം ഒന്ന് ആവി കയറ്റി എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ 2 പഴം എടുത്തൊന്ന് ആവി കയറ്റാൻ വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്നലെ വൈകുന്നേരം നമ്മൾ നമ്മുടെ ചോളം കൊണ്ട് പുട്ടുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊരു 2 കഷ്ണം നമുക്ക് ബാക്കിയുണ്ടായിരുന്നു. അത് കൂടെ ഞാനൊന്ന് ആവി വെച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ചേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ഇതുപോലെ ചീനിച്ചട്ടിയിൽ വെള്ളം ഒഴിച്ചിട്ട് ആവി വെച്ചെടുക്കാം കേട്ടോ. പെട്ടെന്ന് തന്നെ കിട്ടും, നമുക്ക് ഇഡ്ഡലി പാത്രത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ അത് രണ്ടും ഞാനവിടെ ആവി കയറ്റാൻ വെച്ചിട്ടുണ്ട്. ഈ അടുപ്പിൽ നമ്മുടെ ഉപ്പേരി ഒന്നുകൂടെ നന്നായി തന്നെ ഡ്രൈ ആയി വരാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാനതൊന്ന് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്, നന്നായി തന്നെ ഒന്ന് ആവി കയറി വരട്ടെ കേട്ടോ. പിന്നെ അതിന് ശേഷം പിന്നെ ഞാൻ ഉപ്പേരിയൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അത് രണ്ടും അവിടെ ഇരുന്നൊന്ന് റെഡിയായി വരട്ടെ കേട്ടോ. നമ്മുടെ പുട്ടൊന്ന് ആവി കയറി വരണം, നമ്മുടെ പഴം പുഴുങ്ങിയത് റെഡിയായിട്ട് വരണം, പിന്നെ നമ്മുടെ ഉപ്പേരി ഒന്ന് ഡ്രൈ ആയിട്ട് വരണം കേട്ടോ. അപ്പോൾ ഞാൻ ആ സമയം കൊണ്ട് അവിടെയുള്ള പാത്രങ്ങളൊക്കെ എടുത്ത് പുറത്തുകൊണ്ട് വെച്ചിട്ടുണ്ട്. ഇപ്പോഴേക്കും നമ്മുടെ ഉപ്പേരി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എരിവ് കുറവാണെങ്കിൽ കുറച്ച്
മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഈ സമയം ഞാൻ വന്നിട്ട് മിറ്റം ഒടിക്കാണ്. ഇന്ന് നമ്മുടെ പാഞ്ചു നേരത്തെ വന്നിട്ട് പോയി കേട്ടോ, അതുകൊണ്ടാണ് കാണാണ്ടിരുന്നത്. അപ്പോൾ പിന്നെ ഇന്ന് അവളില്ലാണ്ടാണ് കേട്ടോ ഞാൻ മിറ്റം ഒടിക്കുന്നത്. അവളുണ്ടെങ്കിൽ ഒരു രസമായിരുന്നു കേട്ടോ, പക്ഷേ അവളില്ലാത്ത കാരണം ഇന്ന് അത്ര സുഖം ഉണ്ടായിരുന്നില്ല കേട്ടോ. നമുക്ക് മിറ്റം ഒടിക്കുന്ന സമയത്ത് അവളുണ്ടെങ്കിൽ ഇങ്ങനെ നമ്മുടെ കൂടെ വരുമ്പോൾ നല്ലൊരു രസമാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ന് പാഞ്ചു ഇല്ലാണ്ടായിരുന്നു നമ്മുടെ മിറ്റം ഒടിക്കൽ. അതിന് ശേഷം വരുമ്പോഴേക്കും തന്നെ നമ്മുടെ പുട്ട് നന്നായി ആവി കയറി കറക്റ്റായി വന്നിട്ടുണ്ട്. നമ്മുടെ പഴം നന്നായി തന്നെ പുഴുങ്ങി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനത് രണ്ടും ഒന്ന് മാറ്റിയെടുക്കുന്നുണ്ട്. നമ്മുടെ ചോളപ്പുട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാനത് വേഗം തന്നെ ഒന്ന് മാറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ പഴം പുഴുങ്ങാനും ഇങ്ങനെ നല്ലത് കേട്ടോ. നമ്മൾ ഒന്നുമില്ല ഇഡ്ഡലി ചെമ്പൊക്കെ വെച്ചിട്ട് പുഴുങ്ങുന്നതിനെക്കാട്ടിലും ഇതുപോലെ പുഴുങ്ങിയെടുക്കാൻ പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും കേട്ടോ. നമുക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സാധാരണ ചെയ്യുമ്പോൾ നമ്മുടെ പുട്ടുംപാനി വെച്ചിട്ട് നമുക്ക് ആവി കയറ്റിയെടുക്കാം കേട്ടോ. പിന്നെ ഞാൻ കുറച്ചല്ല ചീനിച്ചട്ടി വെച്ച് കൊടുത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് പിന്നെ കുറച്ച് കടുക് ചേർത്ത് കൊടുത്ത് ജീരകം ചേർത്ത് കൊടുത്ത് വെന്തയം ചേർത്ത് കൊടുത്ത് ഉഴുന്ന് പരിപ്പ് ചേർത്ത് കൊടുത്ത് എല്ലാം കൂടി തന്നെ നന്നായി തന്നെ പൊട്ടി വന്നതിന് ശേഷം നമ്മളൊരു 3-4 ഉള്ളി ചെറിയ ഉള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുത്തു. അതൊന്ന് മൊരിഞ്ഞതിന് ശേഷം പിന്നെ നമ്മുടെ മോരൊന്ന് അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കുരുമുളകും ജീരകവും നമ്മൾ അരച്ചെടുത്തിട്ട് അതിൽ മോരൊഴിച്ചിട്ട് ഒന്ന് അടിച്ചെടുത്ത് മാറ്റി വെച്ചതായിരുന്നു കേട്ടോ. എന്നിട്ട് നമ്മൾ മഞ്ഞൾപ്പൊടിയെല്ലാം ചേർത്തതിന് ശേഷം ഒന്ന് നന്നായി ചൂടായതിന് ശേഷം നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. എന്താ പറയുക, ചുമയൊക്കെ ആയ കാരണം പിന്നെ ഞാനിന്ന് കുരുമുളകും ജീരകമൊക്കെ ഇട്ടിട്ട് മോര് കാച്ചിയാണ് കേട്ടോ, അക്ഷയ്ക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. അക്ഷയ്ക്ക് മാത്രമല്ല നമുക്കും അതൊക്കെ തന്നെയാണ് കേട്ടോ. ഈ സമയം കൊണ്ട് പിന്നെ നമ്മുടെ ഏകദേശം കുക്കിങ്ങൊക്കെ ആയിട്ടുണ്ട്. ഞാൻ പിന്നെ വേഗം തന്നെ വന്നിട്ട് നമ്മുടെ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം വന്നിട്ട് പിന്നെ വേഗം നമ്മൾ ചോറെല്ലാം വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതെല്ലാം കൊണ്ടുവന്ന് വെച്ചു. പിന്നെ നമ്മുടെ അച്ചുവിന് ചോറാക്കി. പിന്നെ അവന് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചോറെടുത്തു കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മുടെ മോര് കാച്ചിയിൽ 2 ഉഴുന്ന് പരിപ്പൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ മണം ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ മോര് കാച്ചി നമ്മൾ പിന്നെ വേഗം ഭക്ഷണം കൊണ്ടുവന്നു കേട്ടോ അശ്വിന് കഴിക്കാൻ വേണ്ടിയിട്ട്. അശ്വിനപ്പോൾ എന്തൊക്കെയോ സംശയം ചോദിക്കുമായിരുന്നു കേട്ടോ അച്ഛനോട്. അപ്പോൾ പിന്നെ ഞാൻ കഴിക്കാൻ വിളിച്ചപ്പോൾ ഇന്ന് പിന്നെ മിനി വന്നിട്ടുണ്ട് കേട്ടോ. അതൊക്കെ രാവിലെ അണിച്ചിട്ട് നോക്കുമായിരുന്നു. പിന്നെ ഞാൻ വേഗം തന്നെ അവന് ഭക്ഷണമൊക്കെ ഒന്ന് വാരി കൊടുത്തു കേട്ടോ. അതിന് ശേഷം പിന്നെ വേഗം തന്നെ ഞാനും ഭക്ഷണം കഴിച്ചു കേട്ടോ. പിന്നെ ഏട്ടൻ അപ്പുറത്തിരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്. പിന്നെ അക്ഷയ നേരത്തെ കഴിച്ചു കേട്ടോ, അവളും കഴിച്ചു. അപ്പോൾ ഞാൻ മാത്രമേ കഴിക്കാനുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാനും വേഗം തന്നെ ഭക്ഷണം കഴിക്കാൻ കേട്ടോ. ഇനി വേണം നമ്മുടെ അശ്വിനെ നമുക്ക് സ്കൂളിലേക്ക് പറഞ്ഞു വിടാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ പിന്നെ വേഗം തന്നെ ഞാൻ കഴിച്ചതിന് ശേഷം പിന്നെ അവന് ബാഗെല്ലാം കൊണ്ടുവന്ന് പിന്നെ അവന് യൂണിഫോം എല്ലാം ഇട്ട് തലയെല്ലാം വാരി റെഡിയാക്കി എടുത്തു കേട്ടോ. അക്ഷയ ഇന്ന് സ്കൂളിൽ പോയിട്ടില്ല കേട്ടോ. ആൾക്ക് പനിയെല്ലാം കുറേയൊക്കെ സമാധാനമായിട്ടുണ്ട്. ചുമ വിട്ട് മാറിയിട്ടില്ല കേട്ടോ. നല്ല ചുമയുണ്ട്. 2 നേരം ആവി പിടിക്കലൊക്കെ ഉണ്ട് കേട്ടോ. എന്നിട്ട് കുറച്ച് കുറവായിട്ടുള്ളൂ. അതുമാത്രമല്ല വായു നല്ല കശപ്പും അതുപോലെ നല്ല ക്ഷീണമൊക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ആൾ സ്കൂളിൽ പോയിട്ടില്ല. അപ്പോൾ പിന്നെ നമ്മുടെ അശ്വിനൊക്കെ റെഡിയായിട്ട് അങ്ങനെ ഞാൻ അവനെയൊക്കെ ഒന്ന് പറഞ്ഞു വിട്ടു കേട്ടോ. പിന്നെ അതിന് ശേഷം വന്നിട്ട് വേഗം തന്നെ നമ്മുടെ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് രാവിലെ തുടങ്ങിയിട്ട് 4 മണി ചായ വരെയുള്ള വിശേഷങ്ങളാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ വേഗം തന്നെ നമ്മളൊന്ന് തുടച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് തുടച്ചെടുത്തതിന് ശേഷം വേഗം തന്നെ വന്നിട്ട് നമ്മൾ അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഈ സമയം കൊണ്ട് നമ്മുടെ മുകളിൽ തുണി തിരുമ്പാനിട്ടിട്ടുണ്ട്. നമ്മൾ അടിച്ച് കഴിയുമ്പോഴേക്കും അത് ഏകദേശം റെഡിയായി കിട്ടും കേട്ടോ. അപ്പോൾ രണ്ടും ഒപ്പം ചെയ്യുമ്പോൾ 2 മണി ഒപ്പം ആവുമല്ലോ പറഞ്ഞിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ പിന്നെ വേഗം തന്നെ ഞാൻ എല്ലാവടെയും ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇന്ന് തുടയ്ക്കുന്നൊന്നുമില്ല. അപ്പോൾ പിന്നെ വേഗം തന്നെ ഒന്ന് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന സാധനങ്ങളൊക്കെ ഞാൻ നേരത്തെ തന്നെ ഒന്ന് ഒതുക്കി വെച്ചു കേട്ടോ. അപ്പോൾ അതിന് ശേഷമാണ് പിന്നെ അടിക്കാൻ വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ മിറ്റമെല്ലാം അടിച്ചതിന് ശേഷം വന്നിട്ട് വേഗം തന്നെ തുണിയെല്ലാം തിരുമ്പി എടുത്തിട്ട് വന്നു കേട്ടോ. പിന്നെ അതെല്ലാം ഒന്ന് തോരിയിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അക്ഷയ ഒന്ന് ഓക്കെ ആയി വരുവോളം നമ്മളാണ് കേട്ടോ തുണി തിരുമ്പുന്നത്. അപ്പോൾ പിന്നെ ഞാൻ പിന്നെ വേഗം തന്നെ എല്ലാം ഒന്ന് തിരുമ്പി എടുത്ത് ഒന്ന് കൊണ്ടുവന്നിട്ട് ഒന്ന് തോരിയിടുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ അങ്ങനെ നമ്മുടെ തുണി തോരിയിടലൊക്കെ ഏകദേശമൊക്കെ കഴിഞ്ഞു. ഇതിന് ശേഷം പിന്നെ നമുക്ക് അരി ഉഴുന്നൊക്കെ അരയ്ക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വേഗം തന്നെ തോരിയിട്ട് രാവിലെ നേരത്തെ അരി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ കുറച്ച് ദിവസം ഈ അരി അരച്ചിട്ട് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ വേഗം തന്നെ വന്ന് അരി ഉഴുന്നൊക്കെ അരച്ച് അത് നമ്മുടെ ലാസ്റ്റ് ട്രിപ്പാണ് കേട്ടോ നമ്മൾ അരച്ച് വാങ്ങുന്നത്. അങ്ങനെ അരി ഉഴുന്നെല്ലാം അരച്ച് വാങ്ങി നന്നായി തന്നെ മാവൊക്കെ ഒന്ന് കലക്കിയെടുത്തു കേട്ടോ. ഉപ്പ് ഞാൻ ഇപ്പോൾ ചേർക്കില്ല. നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് ആവശ്യത്തിന് ചേർത്തിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. നന്നായി തന്നെ കൈകൊണ്ടാണ് കേട്ടോ കലക്കി വെക്കുക. കൈകൊണ്ട് കലക്കി വെച്ചാൽ എന്താ പറയുക പെട്ടെന്ന് തന്നെ നന്നായി തന്നെ പൊങ്ങി വരും കേട്ടോ നമ്മുടെ മാവ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കൈകൊണ്ട് തന്നെ കലക്കിയെടുക്കുന്നത്. അതിനുശേഷം നമ്മുടെ ഗ്രൈൻഡറൊക്കെ നമ്മളൊന്ന് കഴുകി കല്ലും അതുപോലെ അതിൻ്റെ അടപ്പും എല്ലാം ഒന്ന് കഴുകി
ഉണക്കാൻ വെക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം പിന്നെ നമ്മളപ്പോഴേക്കും തന്നെ ഉച്ചയായി കേട്ടോ. പിന്നെ നമ്മൾ പിന്നെ വേഗം തന്നെ ഭക്ഷണം കഴിക്കുന്നുണ്ട്. ഇന്ന് നമ്മൾ എന്താ പറയുക, അരിവെള്ളത്തിലിടുമ്പോൾ ഒരുപാട് ലേറ്റ് ആയിട്ടാണ് കേട്ടോ അരിവെള്ളത്തിലിട്ട്. അപ്പോൾ നമ്മൾ അരച്ച് കഴിയുമ്പോൾ നമുക്ക് കുറച്ച് സമയം എടുത്തു. അതിന് ശേഷം പിന്നെ ഞാൻ വേഗം തന്നെ ഭക്ഷണം കഴിച്ചു കേട്ടോ. അക്ഷയ ഉണ്ടായിരുന്നു നമ്മുടെ കൂടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട്. ഭക്ഷണം കഴിച്ചതിന് ശേഷം ഞാൻ കുറച്ച് ചെറിയുള്ളി, ഒരു കോപ്പ ചെറിയുള്ളി നേരാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അത് ചെറിയുള്ളിയാണ് കേട്ടോ നേരാക്കി എടുക്കുന്നത്. അത് നന്നായി തന്നെ ഒന്ന് വൃത്തിയാക്കി എടുത്തതിന് ശേഷം പിന്നെ നമ്മൾ വേഗം തന്നെ കുറച്ച് എന്താ പറയുക പൂളക്കിഴങ്ങ് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ കപ്പ പൂളക്കിഴങ്ങ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതൊന്ന് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പൂളക്കിഴങ്ങൊന്ന് പുഴുങ്ങാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. കറി വെച്ചാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ കുറേ ആയിട്ടോ നമ്മളിത് പുഴുങ്ങിയിട്ട്. അപ്പോൾ പിന്നെ ഇന്ന് ഒന്ന് പുഴുങ്ങാൻ വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ ഊണ് കഴിഞ്ഞ ശേഷം വേഗം തന്നെ ചമ്മന്തിക്കുള്ള പരിപാടിയൊക്കെ ചെയ്ത് വെച്ചു. അതിന് ശേഷം പിന്നെ നമ്മുടെ പൂളക്കിഴങ്ങൊക്കെ തൊലിയെല്ലാം കളഞ്ഞ് ഇതുപോലെ രണ്ടായി ഒന്ന് കീറിയതിന് ശേഷം ഒന്നുകൂടെ ചെറുതാക്കി എടുത്തതിന് ശേഷം അതിൻ്റെ നാരെല്ലാം എടുത്തതിന് ശേഷമാണ് കേട്ടോ നമ്മൾ വേവിക്കാൻ വേണ്ടി വെക്കുന്നത്. അപ്പോൾ എന്താ പറയുക, കഴിക്കുമ്പോൾ നമ്മുടെ നാരിങ്ങനെ കടിക്കില്ല. അപ്പോൾ അതുകൊണ്ടാണ് നാരെല്ലാം എടുത്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. അതിന് ശേഷം നന്നായി തന്നെ ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട്. കഴുകിയെടുത്ത് 2-3 പ്രാവശ്യം നന്നായി കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ആദ്യമേ ഒന്ന് കഴുകിയിട്ടായിരുന്നു കട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന എന്താ പറഞ്ഞാൽ പൂളക്കിഴങ്ങിൽ നിറയെ ചളിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതെല്ലാം കഴുകിയെടുത്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ട് വീണ്ടും ഒന്ന് നന്നായി തന്നെ 2-3 പ്രാവശ്യം കഴുകി വെള്ളമെല്ലാം കളഞ്ഞതിന് ശേഷം നമ്മളൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നമ്മൾ എന്താ പറയുക പുഴുങ്ങുന്ന സൈസിലാണ് കേട്ടോ. ഇനി ഇത് ഉടയ്ക്കുന്നൊന്നുമില്ല, അങ്ങനെ തന്നെ കഴിക്കുകയാണ്. അപ്പോൾ ഈ സൈസിലാണ് കേട്ടോ നമ്മൾ മുറിച്ചെടുത്തിരിക്കണം. നമ്മൾ പിന്നെ വേവാൻ വേണ്ടിയിട്ടൊരു പാത്രത്തിലാക്കി കൊടുത്തു. പിന്നെ കുറച്ച് കൂടുതൽ തന്നെ വെള്ളം ഒഴിച്ച് കൊടുത്തു. പിന്നെ അതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് വേവാൻ വെച്ചിട്ടുണ്ടാകും കേട്ടോ. ഇനി തിളച്ചതിന് ശേഷം മാത്രമാണ് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കാറുള്ളത്. ഇനി അവിടെ കിടന്നൊന്ന് വെന്ത് വരട്ടെ കേട്ടോ. അപ്പോൾ നമ്മൾ പച്ചമുളക് ചമ്മന്തിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഉള്ളിയൊക്കെ തൊലിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ആവശ്യത്തിലുള്ള പച്ചമുളകെല്ലാം എടുത്തതിന് ശേഷം നന്നായി കഴുകി കൊണ്ടുവന്നിട്ട് എരിവിന് ആവശ്യമുള്ള പച്ചമുളക് ചേർത്ത് ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ചതച്ചതിലേക്ക് നമ്മൾ കുറച്ച് ഉള്ളി കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഉള്ളി ചേർത്ത് നന്നായി അരച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചമ്മന്തിക്ക് ഒരു കശപ്പ് വരും. അപ്പോൾ ഇതുപോലെ ഒന്ന് ചതച്ചെടുക്കുക കേട്ടോ. അതിന് ശേഷം നമ്മൾ മാറ്റി കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ചുകൂടെ ഉള്ളി നമുക്ക് ചതച്ചെടുക്കാനുണ്ട്. പിന്നെ അതിന് ശേഷം ഞാനത് വീണ്ടും കുറേശ്ശെ ഉള്ളി ചേർത്തിട്ട് ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഒന്നിച്ച് ഉള്ളി ചേർത്ത് കഴിഞ്ഞാൽ ചതഞ്ഞ് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. അടിയിലുള്ളത് പെട്ടെന്ന് അരയുകയും ചെയ്യും, മേലത്തെ ഭാഗം അരയുമില്ല കേട്ടോ. അതുകൊണ്ട് കുറേശ്ശെ ചേർത്തിട്ട് പൾസ് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ നമ്മുടെ ഉള്ളിയെല്ലാം നമ്മൾ ചതച്ചെടുത്തിട്ടുണ്ട്. അതൊരു വേറൊരു പാത്രത്തിലാക്കി കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്ത് പച്ച വെളിച്ചെണ്ണ കൂടെ ചേർത്ത് കൊടുത്ത് നന്നായി തന്നെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ പച്ചമുളക് ചമ്മന്തി നന്നായിരിക്കില്ല, റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കാന്താരി ഉണ്ടെങ്കിൽ അത് വെച്ച് ചെയ്താൽ മതി കേട്ടോ. ഇപ്പോൾ നമ്മുടെ കാന്താരിയൊന്നും ഇല്ല, അതുകൊണ്ടാണ് നമ്മൾ പച്ചമുളക് ചേർത്തിരിക്കുന്നത് കേട്ടോ. ഈ സമയം കൊണ്ട് തന്നെ നമ്മുടെ ഉള്ളിയല്ല നമ്മുടെ കപ്പ പൂളക്കിഴങ്ങ് നന്നായി തന്നെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. നന്നായി വേവുന്ന പൂളക്കിഴങ്ങായിരുന്നു. അപ്പോൾ ഞാനത് തീ ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം വേഗം തന്നെ ഒന്ന് ഊറ്റി മാറ്റി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് വെള്ളമൊക്കെ ഒന്ന് വാർന്ന ചൂടെല്ലാം ഒന്ന് ആറട്ടെ വേണ്ടിയിട്ടാണ് കേട്ടോ. അതിന് ശേഷം നമ്മുടെ അശ്വിൻ സ്കൂളൊക്കെ വിട്ട് വന്ന് നമ്മൾ ചായ വെച്ചു. ഇനിയിപ്പോൾ ചായയും നമ്മുടെ കിഴങ്ങും അതുപോലെ ചമ്മന്തിയും കൂടെ കഴിക്കാൻ പോകണം കേട്ടോ. നല്ല ടേസ്റ്റാണ് നമ്മുടെ ചമ്മന്തിയും അതുപോലെ പൂളക്കിഴങ്ങും കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട്. ഇതിന് കട്ടൻ ചായയാണ് കേട്ടോ നല്ല ചേർച്ച. പക്ഷേ നമ്മൾ കട്ടൻ ചായയല്ല വെച്ചിരിക്കുന്നത്, പാൽ ചായ തന്നെയാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. അങ്ങനെ നമ്മളിതൊന്ന് ഇലയിലേക്കൊന്ന് വിളമ്പി കൊടുക്കുന്നുണ്ട്. ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളും റെസിപ്പികളും. അപ്പോൾ നമ്മൾ രാവിലെ തൊട്ടിട്ട് 4 മണി വരെയുള്ള വിശേഷങ്ങളാണ് കേട്ടോ ഇന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 4 മണിക്ക് നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല നാടൻ കപ്പയും അതുപോലെ ഉള്ളി ചമ്മന്തിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോ റെസിപ്പി അതെല്ലാം ഇഷ്ടമായി എന്ന് വിചാരിക്കണം. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:15 വീഡിയോ ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കണം. നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ.